എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് ചെറിയൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. ഇന്ന് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യണത് 15-ാം തീയതിയാണ് കേട്ടോ. ഇന്ന് വരെ ഈ സൈക്കിൾ ആരും കണ്ടിട്ടില്ല. ഇതിന് ശേഷം ഈ വീഡിയോ പുറത്തിറങ്ങുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും ഈ സൈക്കിളിനെ കുറിച്ച് അറിഞ്ഞു തുടങ്ങും. ആ ഒരു പ്രത്യേകതയുള്ള സൈക്കിളാണ് നമ്മൾ ഇന്ന് കാട്ടാൻ പോകുന്നത്. ക്രാഡിയാക്കിൻ്റെ ബഡ്ജറ്റായിട്ട് ഒരു 30,000 റുപ്പീസിനൊക്കെ താഴെ വില വരുന്ന ഒരു ഇലക്ട്രിക് സൈക്കിളാണ്. എൻ്റെ ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് പറയാട്ടോ. നമ്മൾ നമ്മുടെ യൂഷ്വൽ സ്ഥലത്ത് തന്നെയാണ് റിവ്യൂ സ്റ്റാർട്ട് ചെയ്യണത്. ഒരു കിടിലൻ ബൈക്കാണ്. നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വിശേഷങ്ങളിലേക്ക് പോവാം. ക്രാഡിയാക്കിൻ്റെ അൾട്ടസ് എന്ന് പറഞ്ഞ ഇലക്ട്രിക് സൈക്കിളിൻ്റെ കേട്ടോ. സോറി ഗൈസ്, എനിക്കിത് അടിപൊളിയായിട്ട് കാട്ടണമെന്നുണ്ടായിരുന്നു കേട്ടോ. ഇത് ചെളിയും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട്, പക്ഷേ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് കാരണം ഞാൻ കുറച്ച് ചെളി അവിടെ ഇവിടേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. അടിപൊളിയാണ്. എനിക്ക് ഭയങ്കര പെപ്പി ആയിട്ട് തോന്നിയിട്ട് ഈ ബൈക്ക്. ഫസ്റ്റ് ആ ഒരു ആദ്യത്തെ ഒരു 100-200 മീറ്റർ ഓടിച്ച് നോക്കിയപ്പോൾ. സോ ഇതിൻ്റെ ഡീറ്റെയിലേക്ക് തന്നെ കിടക്കാം. നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മുടെ ടയർ തന്നെയാണ് സ്റ്റാർട്ടിങ് ടയർ. 27.5 ആണ് വീൽ സൈസും കാര്യങ്ങളെല്ലാം വരുന്നത്. അതിൽ നമുക്ക് ഫ്രണ്ടിൽ ക്വിക്ക് റിലീസ് വരുന്നുണ്ട്. റാൾസൻ്റെ ടയർ തന്നെയാണ് വന്നിരിക്കുന്നത്. മൈക്രോ ഒക്ടേവ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു നൈലോൺ ടയർ തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല ടയറാണ് കേട്ടോ. ഇത് നമ്മുടെ MTBക്ക് വാങ്ങിയിടണം. നല്ല അടിപൊളി ടയറാണ്. റാൾസൻ്റെ ഫ്രണ്ടിൽ ക്വിക്ക് റിലീസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നേരെ ഫ്രണ്ടിൽ തന്നെ ഇപ്പുറത്തെ സൈഡിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഡിസ്ക് ബ്രേക്ക് വരുന്നുണ്ട്. ഇലക്ട്രിക് സൈക്കിളാണ് കേസ്. ഡിസ്ക് ബ്രേക്ക് ഇല്ലാണ്ട് നടക്കില്ല കേട്ടോ. ഇലക്ട്രിക് സൈക്കിളിന് എന്തായാലും ഡിസ്ക് ബ്രേക്ക് വേണം. അത് ബ്രേക്കിൽ ഓട്ടോ കട്ട് ഓഫും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാവും. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അതുപോലെ തന്നെ 27.5 വീൽ സൈസ് വരുന്നുണ്ട്. നമുക്കൊരു 80 mm ഒരു ഫോർക്ക് വരുന്നുണ്ട് കേട്ടോ. ഒരു ഫോർക്ക് ഫ്രണ്ടിൽ വരുന്നുണ്ട്. അത് ആക്ച്വലി നല്ല ആക്ഷനാണ്. ഞാൻ ചെറിയ വീലി കാര്യങ്ങളൊക്കെ പോപ്പ് ചെയ്യാൻ ശ്രമിച്ചു നോക്കി. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ അത് പോപ്പ് ചെയ്തിട്ട് ഇവിടം വരെ സാധനം ഉള്ളിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ 80 mm 40 mm ഉള്ളിലേക്ക് കയറി പോയിട്ടുണ്ട്. ആ ഒരു ആക്ഷൻ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ നമുക്ക് ഒരു ചെറിയൊരു ഹെഡ്ലൈറ്റും കാര്യങ്ങളെല്ലാം നമുക്കിവിടെ വിസിബിളായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഒരു ഹെഡ്ലൈറ്റ് അതിൽ തന്നെ ഇൻക്ലൂഡഡ് ആയിരിക്കും. എന്തായാലും ഹോൺ നോക്കട്ടെ കേട്ടോ. അതിൽ തന്നെ ബാക്കിൽ തന്നെ ഹോണിൻ്റെ ആ ഒരു സൗണ്ടും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇൻക്ലൂഡ് രണ്ടും മൾട്ടി പർപ്പസ് ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിലും ഹായ് കാണാറുണ്ടോ? സബ്സ്ക്രൈബറാ? ഹായ്, പേരെന്താ? ഫർസീൻ. നീ കാണാറുണ്ടോ? താങ്ക് യു. അപ്പോൾ ബാക്ക് ടു റിവ്യൂ. അതിൻ്റെ ഫ്രണ്ടിലത്തെ ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ ഹോണും കാര്യങ്ങളൊക്കെ ഉണ്ട്. 80 mm ആണ് നമുക്ക് ഫോർക്കും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇവിടെ ക്രാഡിയാക്കിൻ്റെ ബ്രാൻഡിങ്ങും കാര്യങ്ങളെല്ലാം കാണാം. അതിനുശേഷം നെക്സ്റ്റ് മെയിൻ കാര്യം കേബിൾ മാനേജ്മെൻ്റ് ആണ്. അത്യാവശ്യത്തിന് ഞാൻ കഴിഞ്ഞ കുറച്ച് സൈക്കിളുകൾ കണ്ടതിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ വലിയ ബൾക്കി ആയിട്ടുള്ള ഇതുകളൊന്നും ഇല്ല. ഇങ്ങനത്തെ ലിങ്ക് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. മറ്റുള്ള സൈക്കിളിലൊക്കെ ഒരു സ്വിച്ച് ബോർഡ് അടക്കം അവിടെ കൊടുത്തിട്ടുള്ള രീതിയിൽ ഞാൻ കണ്ടിരുന്നു. ഇതിന് അങ്ങനെ എന്തായാലും വരുന്നില്ല. കുറച്ചും കൂടി ക്ലീൻ ആണ്. അതുപോലെ തന്നെ അടുത്തത് വരുന്നത് ഇതിൻ്റെ ഹാൻഡിൽ ബാറിലേക്കാണ്. ഹാൻഡിൽ ബാറാണ് നമുക്ക് കുറച്ചുകൂടി ഫോക്കസ് ചെയ്യാനുള്ളത് കേട്ടോ. ഒരു 660 mm ഹാൻഡിൽ ബാറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിൽ നമുക്ക് ഇതിൻ്റെ കുറച്ച് ഡീറ്റെയിലിങ്ങും കാര്യങ്ങളെല്ലാം കാണാം. ഇതിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇതിൻ്റെ മെയിൻ സംഭവം ഗൈസ് 680 mm ഹാൻഡിൽ ബാറിൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെയാണ് അതിൻ്റെ പവർ മീറ്ററും കാര്യങ്ങളൊക്കെ കേട്ടോ. എത്രത്തോളം പവർ ഇതിൽ ഉണ്ട്, അതുപോലെ തന്നെ എത്ര മോഡ്, 3 മോഡ് എല്ലാവർക്കും പരിചയമായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്നാലും ഞാൻ ഒന്നുകൂടി പറയാം. 3 മോഡ്, ലോ, മീഡിയം, ഹൈയിലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പ് സ്പീഡ് 25 ആണ്. മീഡിയത്തിലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെക്കാട്ടും കുറയും, നമുക്ക് കിലോമീറ്റർ കുറവ് കിട്ടുള്ളൂ. അതുപോലെ തന്നെ ലോയിലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര കൂടുതൽ കിലോമീറ്റർ കിട്ടും കേട്ടോ. സോറി, നമ്മൾ ഇതിൽ മോഡ് ഏറ്റവും ചെറുതിലിടുമ്പോൾ കിലോമീറ്റർ കൂടും, ഹൈയിലിടുമ്പോൾ ഏറ്റവും കിലോമീറ്റർ കുറയും കേട്ടോ. കാരണം ഹൈയിലൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മോട്ടറിന് അത്രയും പവർ എടുക്കേണ്ടി വരില്ല. അപ്പോൾ ആ ഒരൊറ്റ ചാർജിൽ തന്നെ ചാർജ് പെട്ടെന്ന് തീരും. എനിക്ക് തോന്നുന്നത് ഈ ലോയിലോ മീഡിയത്തിലൊക്കെ ഇട്ടാൽ മതി കേട്ടോ. ലോ അല്ലെങ്കിൽ മീഡിയത്തിലൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് നല്ല രീതിയിൽ കിലോമീറ്റർ കവർ ചെയ്യാൻ പറ്റും. പിന്നെ ഹാൻഡിൽ ബാറിൽ വേറെ പറഞ്ഞത് നമുക്ക് ബ്രേക്കാണ്. ബ്രേക്ക് ഓട്ടോ കട്ട് ഓഫ് ആണ്. നമുക്ക് ബ്രേക്ക് പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം കട്ട് ഓഫ് ആവട്ടോ. അതുപോലെ തന്നെ ഇതിൽ വേറൊരു കാര്യമുള്ളതാണ്, ഇവിടെ ഒരു ഹോണ്ട സ്വിച്ച് വരുന്നുണ്ട് കേട്ടോ. ഇവിടെ ഒരു ഹോണ്ട സ്വിച്ചും ഇവിടെ ലൈറ്റിൻ്റെ സ്വിച്ചും ഉണ്ട്. അതുപോലെ തന്നെ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചറാണ് കേട്ടോ. ഇത് മോഡ് ലോ, മീഡിയം, ഹൈ, ഇത് ഓൺ ഓഫ്. ഇതിൻ്റെ ബാറ്ററിയും പവറും കാര്യങ്ങളൊക്കെ ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഒരു 2 സെക്കൻഡ് അമർത്തി പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സൈക്കിള് തന്നെ പോകട്ടോ. അപ്പോൾ ഞാനിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് തള്ളി പോകേണ്ട കേസ് വരുന്നുണ്ട് കേട്ടോ. ക്യാമറ ഒന്ന് മാറ്റട്ടെ. അതെ കേസ് കണ്ട, ഇത് തള്ളി പോകണ്ട കേട്ടോ. 6 കിലോമീറ്റർ സ്പീഡിൽ ഇതിങ്ങനെ പയ്യെ പോയിക്കൊണ്ടിരിക്കും കേട്ടോ. ഇതെനിക്ക് അത്യാവശ്യത്തിന് ഇഷ്ടപ്പെട്ട നല്ലൊരു ഫീച്ചറാണ് ഗൈസ്.
ബ്രേക്കിൻ്റെ കാര്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവിടെ ഒരു ആക്സിലേറ്റർ വരുന്നുണ്ട് കേട്ടോ. ഇവിടെയാണ് ആക്സിലേറ്ററും കാര്യങ്ങളൊക്കെ. അതിനെക്കാട്ടും മുന്നേ ബാറ്ററി ഓഫ് ചെയ്യട്ടെ, അല്ലെങ്കിൽ സൈക്കിൾ അങ്ങോട്ട് പോകും. ആക്സിലേറ്ററും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് 2 കീ കൊടുത്തിട്ടുണ്ട്, കീയും കാര്യങ്ങളൊക്കെ ഇട്ട് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഫ്രെയിമാണ് നെക്സ്റ്റ് വരുന്നത്. ഫ്രെയിം സ്റ്റീൽ ഫ്രെയിമാണ്. അതിൽ നമുക്ക് ഇൻറ്റേർണൽ കേബിൾ റൗട്ടിങ്ങും കാര്യങ്ങളെല്ലാം ഇവിടെ റബ്ബറിൻ്റെ ബുഷും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ, അത് ഒരയാതിരിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നല്ല ക്ലീൻ ഫ്രെയിം ഗൈസ്, നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അൾട്ടസ് എന്നാണ് മോഡൽ നെയിം വരുന്നത്. ഇലക്ട്രിഫൈ യുവർ അഡ്വഞ്ചർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ബ്രാൻഡിങ്ങും കൊടുത്തിട്ടുണ്ട്. അത് നല്ല രീതിയിൽ ഫോണ്ട് നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ഇലക്ട്രിഫൈ യുവർ അഡ്വഞ്ചർ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് മെയിൻ സംഭവം നമ്മുടെ ബാറ്ററി. ഈ ഒരു ബാറ്ററിയാണ് ഇതിനെ ഫുള്ള് പ്രവർത്തിപ്പിക്കുന്നത് കേട്ടോ. ബാറ്ററിയും കാര്യങ്ങളും നമുക്ക് റീചാർജബിൾ ബാറ്ററിയും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ നമുക്ക് അതിൻ്റെ ബാറ്ററി പെർസെൻറ്റേജും കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും. ഇവിടെ ഒന്ന് അമർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഇതിൽ ഫുള്ളാണ്. ഒരു പച്ച കളർ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാണ് വിശ്വാസം. കാണുന്നില്ലെങ്കിൽ നിങ്ങൾ ഈ സൈക്കിൾ വാങ്ങുമ്പോൾ സുഖമായിട്ട് കാണാൻ പറ്റും കേട്ടോ. ഇവിടെ 1, 2, 3, 4 ഇതുണ്ട്. ഫുൾ ചാർജ്, പകുതി, അങ്ങനെ ഒരു റേഷ്യോയിലാണ് കാട്ടുന്നത്. പിന്നെ നമുക്ക് ബാറ്ററി കവറേജും കാര്യങ്ങളൊക്കെ. ഇതാണ് ഇതിൻ്റെ ബാറ്ററി. അത് റിമൂവബിൾ ബാറ്ററിയും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. നെക്സ്റ്റ് ഇതിൻ്റെ ക്രാങ്കാണ് വന്നിരിക്കുന്നത്. നമുക്ക് നോർമൽ ഒരു സിംഗിൾ സ്പീഡാണ് വന്നിരിക്കുന്നത്. സിംഗിൾ സ്പീഡ് ഇലക്ട്രിക് സൈക്കിളാണ് വന്നിരിക്കുന്നത്. ഫ്രണ്ടിൽ ഒരു ക്രാങ്ക്, ബാക്കിൽ ഒരു ഗിയറാണുള്ളത്. ബാക്കിലാണ് ഇതിൻ്റെ മോട്ടറും കാര്യങ്ങളൊക്കെ വരുന്നത്. എല്ലാത്തിൻ്റെയും മോട്ടർ ബാക്കിലാണ്, എന്നാലും ഞാനൊരു അഭിഷോക്തി പറഞ്ഞതാണ്. ബാക്കിൽ മോട്ടർ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ബാക്കിലും 27.5 തന്നെയാണ് വീൽ സൈസും കാര്യങ്ങളൊക്കെ വരുന്നത്. മൈക്രോ ഒക്ടേവ് എന്ന് പറഞ്ഞിട്ടുള്ള റാൾസൻ്റെ ഒരു ടയറാണ്. ഷ്രാഡർ വാൽവാണ് ഫ്രണ്ടിലും റിയറിലും ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഒരു സ്റ്റാൻഡും ഇവിടെ സൈഡിൽ കാണാൻ പറ്റും. ഇവിടെയാണ് ഡിസ്ക് ബ്രേക്ക് ബാക്കിലും റിയറിലും വന്നിട്ടുണ്ട്. സെയിം നമ്മുടെ ഫ്രണ്ടിലത്തെ പോലെ തന്നെ സെയിം ആണ്. ഡിസ്ക് ബ്രേക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സീറ്റ് പോസ്റ്റിൽ നമുക്ക് ലിവർ വെച്ച് അഡ്ജസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റ്. ഞാൻ ഫസ്റ്റ് പറഞ്ഞതുപോലെ തന്നെ എനിക്ക് ഭയങ്കര പെപ്പിയായിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. 27.5 ആണ്. അടിപൊളിയാണ് ഓടിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതൊന്ന് ഓടിച്ച് നോക്കി നോക്കാം കേട്ടോ. ഇവിടെ ഓൺ ചെയ്തിട്ടുണ്ട്. ആക്സിലേറ്റർ മാത്രം കൊടുത്താൽ മതി, അല്ലെങ്കിൽ പെഡൽ ചെയ്താലും മതി. ഓ, ആക്സിലേറ്റർ സുഖമായിട്ട് പോകാന്നല്ലേ. ഓടിക്ക്. അധിക ദൂരം പോകില്ല, അതിൽ ചാർജ് കുറവാ. ഞാൻ ഫുൾ ചാർജ് ചെയ്തിട്ടില്ല. അടുത്തതായിരിക്കാ ഇവരെല്ലാരും ഓടിച്ചു കഴിഞ്ഞിട്ടാ പോളോന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അല്ല, അത്രേ ഉള്ളൂ. പൊളിക്കാതെ ഇനി ഓടിച്ചു നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു ഫസ്റ്റ് ഇംപ്രഷൻ എനിക്ക് വരുന്നത് ഭയങ്കര പെപ്പിയായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു എനിക്ക് ബൈക്ക്. 27.5 ആണ് വീൽ സൈസും കാര്യങ്ങളും വരുന്നത്. 680 mm കർവ്ഡ് ആയിട്ടുള്ള ഹാൻഡിൽ ബാർ ആണ്. അതിൽ ബ്രേക്കും കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ ഓട്ടോ കട്ട് ഓഫ് ആണ്. പിന്നെ ക്രൂയിസ് മോഡ് വരുന്നുണ്ട്. പിന്നെ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ ഹോണൊക്കെ അടിച്ച് ഇങ്ങനെ സിറ്റിയിലൊക്കെ ക്രൂയിസ് ചെയ്ത് നടക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ് കേട്ടോ. ഇതിൻ്റെ റേഞ്ച് വരുന്നത് 42 കിലോമീറ്റർ ആണ്. അത് 45 വരെയൊക്കെ പോകൂട്ടാ. ലോ സ്പീഡ് ലോയിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ലോയിലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ 42 വരെയൊക്കെ പോവും. ഇനിയിപ്പോൾ നമ്മൾ ഫുൾ ആക്സിലേറ്റർ മാത്രം കൊടുക്കുകയാണെങ്കിൽ 30 ആ ഒരു റേഞ്ചിലൊക്കെ പ്രതീക്ഷിച്ചാൽ മതി ഇതിൻ്റെ റേഞ്ച്. നിങ്ങൾ ഏറ്റവും കൂടുതൽ ഞാൻ സജസ്റ്റ് ചെയ്യണത് ലോ മീഡിയത്തിൽ അതിൻ്റെ മോഡ് സെറ്റ് ചെയ്തിട്ട് നിങ്ങൾ പെഡൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 40-45 ആ ഒരു റേഞ്ചിലൊക്കെ നിങ്ങൾക്ക് സുഖമായിട്ട് ഇത് ഓടിച്ച് നടക്കാൻ പറ്റും കേട്ടോ, സിറ്റിയിലും കാര്യങ്ങളിലൊക്കെ. പിന്നെ ബ്രേക്കിംഗ് പറയണ്ടല്ലോ, ബ്രേക്കിംഗ് എല്ലാം ഓട്ടോ കട്ട് ഓഫ് ആണ്. ബ്രേക്ക് പിടിച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിക് സംബന്ധിച്ചിട്ടുള്ള എല്ലാം ഓട്ടോ കട്ട് ഓഫ് ആയിട്ട് മാറും. അതുപോലെ തന്നെ ക്രൂയിസ് മോഡൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരേ സ്പീഡിൽ തന്നെ നമുക്ക് ഇങ്ങനെ സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരിക്കും. പക്ഷേ ബാറ്ററിയും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഡ്രെയിൻ ആവട്ടെ. അങ്ങനെ ടോട്ടൽ വലിയ കുറേ 42 കിലോമീറ്റർ 45 കിലോമീറ്റർ തന്നെ കിട്ടണമെന്നില്ല. കമ്പനി പറയണത് 40-42 കിലോമീറ്ററൊക്കെയാണ് പറയണത് കേട്ടോ. പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ 45 വരെയൊക്കെ വേണമെങ്കിൽ പോവാം. നമ്മളത് മെയിൻറ്റെയിൻ ചെയ്യണ രീതി പോലെ ഇരിക്കും കേട്ടോ. നമുക്ക് പുതിയതായിട്ട് കിട്ടിയിട്ടുള്ള സൈക്കിളാണ്, പുതിയതായിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള വണ്ടിയാട്ടാ. അപ്പോൾ നമുക്കത് ടെസ്റ്റ് ചെയ്യാണ്ട് കൊടുക്കാൻ പാടില്ല, അതാണ് കമ്പനി നയം കേട്ടോ. വാട്ടർ റെസിസ്റ്റൻ്റ് ആണോ നോക്കണ്ടേ. ബാറ്ററി എങ്ങനെ ഓഫായി പോയാലോ. ദൈവേ, തിരിച്ചു കൊടുക്കുമ്പോൾ റിവ്യൂ കഴിഞ്ഞിട്ട് കഴുകാനൊരു മണിക്കൂർ എടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചെളിയുടെ ഭാഗം കഴിഞ്ഞു ഗൈസ്. ഓൾമോസ്റ്റ് എല്ലാ ചെളിയും തീരുമാനമായിട്ടുണ്ട് കേട്ടോ. ഞാൻ സൈക്കിൾ മീ കയറ്റിയിട്ടുണ്ട്. സോ എന്തെങ്കിലും കംപ്ലയിൻറ്റ് വരികയാണെങ്കിൽ ടോൾ ഫ്രീ നമ്പറും ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് ഞാൻ താഴെ കൊടുക്കാം, നിങ്ങൾക്ക് ആ നമ്പറിൽ വിളിക്കുക കേട്ടോ. പർച്ചേസ് ചെയ്യണമെങ്കിൽ ഫ്ലിപ്കാർട്ട്, ആമസോൺ അല്ലെങ്കിൽ ക്രാഡിയാക്കിൻ്റെ വെബ്സൈറ്റിലും ഈ സൈക്കിൾ അവൈലബിൾ ആയിരിക്കും കേട്ടോ നിങ്ങൾക്ക്. അപ്പോൾ ഗൈസ് എന്തായാലും വേറെ പ്രത്യേകിച്ച് പരിപാടികളും കാര്യങ്ങളൊന്നുമില്ല. ഫുള്ള് സപ്പോർട്ടിന് നമ്മുടെ പിള്ളേരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സൈക്കിൾ എങ്ങനെ ഇഷ്ടപ്പെട്ടോ? അടിപൊളിയല്ലേ? ഞാൻ അതേ കുറച്ച് ഓഫ് റോഡിങ് ഒക്കെ ചെയ്തിട്ടാ. കണ്ണിൽ കരട് പോയതല്ലേ, ക്ലാസ്സിൽ ഫുള്ള് ചെളിയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. സോ സ്റ്റേ ട്യൂൺ ഗൈസ്, കിടിലൻ വ്ളോഗും കാര്യങ്ങളെല്ലാം വരാറുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. ടിൽ ദെൻ ബൈ.